ഹല്ലേലൂയ, സ്തോത്രം. ഭാരവാഹികൾ അവിടെ വല്ല തിരക്കിലാണെങ്കിൽ അവർ മാത്രം പുറത്തിരിക്കുക. ബാക്കി എല്ലാവരും, ക്യാമ്പ് അംഗങ്ങൾ എല്ലാവരും, സെമിനാറിൽ സംബന്ധിച്ച് എല്ലാവരും ഇവിടെ വന്നിരിക്കണം. നമ്മുടെ അവസാന നിമിഷങ്ങളിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് പുറത്ത് നിന്ന് ആരും സമയം കളയരുത്. എല്ലാവരും അകത്ത് കയറി വരണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഭാരവാഹികൾ അത്യാവശ്യമായ ചില ഡ്യൂട്ടികളുള്ളവർ മാത്രം പുറത്തു നിൽക്കുക, അല്ലാതെ ആരും തന്നെ പുറത്തു നിൽക്കാൻ പാടില്ല. എല്ലാവരും കടന്നു വന്നിരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് നമ്മുടെ 2025 CGY ചർച്ച് ഓഫ് ഗോഡ് യൂത്ത് അസോസിയേഷന്റെ ഏകദിന സെമിനാർ ഈ വർഷവും മണ്ണൂർ നോഹാസാർക്ക് ചർച്ചിൽ വെച്ച് നടക്കുവാൻ തക്കവണ്ണം വലിയവരായ ദൈവം നമുക്കൊരിക്കൽ സാവകാശത്തിനായി സ്തുതിക്കുന്നു. വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേർന്ന പ്രിയപ്പെട്ടവർക്കായി സ്തുതിക്കുന്നു. ഇന്ന് പലപ്പോഴും യൗവനക്കാർ കുറഞ്ഞു വരുന്നതായ ഒരു കാലഘട്ടത്തിലാണ്. ഭവനങ്ങളിലും ചർച്ചിലും ദേശത്തുമൊക്കെ യൗവനക്കാരുടെ വളരെ ദൗർലഭ്യം നേരിട്ടുകൊണ്ടിരിക്കുന്നതായ ഒരു തലമുറയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് ലോകത്തിന്റെ മോഹങ്ങൾ വിരഞ്ഞോടുന്നതായ സാഹചര്യം മറ്റൊരു ഭാഗത്ത് ഉണ്ടാകുന്നു. എന്തു തന്നെയായാലും ഇങ്ങനെയുള്ളതായ മീറ്റിങ്ങുകളിലും മറ്റു കാര്യങ്ങളൊക്കെ സംബന്ധിപ്പാണ്ടോക്കണം പലപ്പോഴും ആരും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയോ അതിനുവേണ്ടി ഉത്സാഹിക്കുകയോ മറ്റുള്ള കാര്യങ്ങൾക്ക് ഏർപ്പെടുന്നതായ ഒരു സാഹചര്യമാണ് നമ്മുടെ പക്കലുള്ളത്. എന്നാൽ ഇത്രയും താല്പര്യത്തോടെ ഇന്ന് പകൽക്കാലം ലോക ജനത, വിശേഷിച്ചാൽ കേരളക്കരയിൽ ഓണം ആഘോഷിക്കുന്നതായ പ്രത്യേകമായ ഈ ദിവസത്തിൽ ഇത്രയും പേർക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന ദൈവവുമായിട്ട് അല്പസമയം ചെലവഴിപ്പാനും വിശേഷിച്ചാൽ നമ്മുടേതായ കുഞ്ഞുങ്ങളുടേതായ താലന്തുകൾ, ദൈവം കൊടുത്തിരിക്കുന്നതായ താലന്തുകൾ പ്രകാശിപ്പാൻ തക്കണം, ദൈവനാമത്തിന് വേണ്ടി വിനിയോഗിപ്പാൻ തക്കണം, അവരെ വളർത്തിയെടുക്കുവാനുള്ളതായ ഒരു തലമുറയുടേതായ ദൗത്യം നമ്മൾ നിക്ഷിപ്തമാണെന്ന ഉത്തരവാദിത്തോടെ മാതാക്കൾ ഉൾപ്പെടെ സംബന്ധിക്കുന്നതിൽ ഞാൻ ദൈവത്തെ സന്തോഷിക്കുകയും ദൈവത്തിന് നിങ്ങൾ അഭിനന്ദിക്കുകയും ദൈവത്തിന് നന്ദി കരയുകയും ചെയ്യുന്നു. കടന്നു വന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഇനി ചില ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിക്കാൻ പോവുക. നമ്മളെല്ലാം ഇന്നത്തെ സെമിനാർ സംബന്ധിച്ചവരാണ്. സെമിനാറിൽ ഇന്ന് നമ്മുടെ സെമിനാറിന്റെ തീം എന്താണ്? ജനറൽ ക്രിസ്തൊക്കെ കഴിഞ്ഞതാണ്. ക്രിസ്തുയേശുവിന്റെ കൃപയാൽ ശക്തിപ്പെടുക. അതിനാധാരമായി തിരഞ്ഞെടുത്തിലെ ഭാരവാഹികൾ തിരഞ്ഞെടുത്തതായ ആധാരവാക്യം എന്ന് പറയുന്നത് 2 തീമോഥെയോസ് 2:1 വാക്യമാണ്. ഈ ലോക സാഹചര്യങ്ങളിൽ നാം കടന്നു വരുമ്പോൾ പലപ്പോഴും ക്രിസ്തുയേശുവിന്റെ കൃപയാൽ ശക്തിപ്പെടുക എന്നുള്ളതായ പൗലോസ് തന്റെ നിജപുത്രൻ താൻ ജനിപ്പിച്ചെടുത്തതായ മകനായ തീമോഥെയോസിനെ പ്രബോധിപ്പിക്കുമ്പോൾ അവനായിരുന്ന പ്രത്യേകമായ സാഹചര്യം നേരത്തെ ടീം പ്രസന്റ് ചെയ്തപ്പോൾ പാസ്റ്റർ ചാക്കോസ് ഓർപ്പിച്ചത് നീറോ ചക്രവർത്തിയുടേതായ പീഡനകാലം, റോമൻ ഗവൺമെന്റ് എന്നുള്ള പീഡനകാലം. മറുഭാഗത്ത് തീമോഥെയോസ് ഒരു യൗവനക്കാരനാണ്. അവനായിരിക്കുന്ന അവൻ്റെതായ പ്രത്യേകമായ ശരീരപ്രകൃതിയും അവൻ്റെതായ ബലഹീനതയും സാഹചര്യങ്ങളിൽ നല്ലവണ്ണം അറിയുന്ന അവനെ വളർത്തിയെടുത്തതായ അവന്റെ പിതാവിനെ തുല്യം സ്നേഹിക്കുന്നവനായ പൗലോസിന് അവനെക്കുറിച്ചുള്ള അവനായിരിക്കുന്ന എഫേസോസിൽ ആ പ്രദേശത്തുള്ള സഭകളുടേതായ ഒരുപക്ഷെ കേവലം ഒരു സഭയെന്ന് മാത്രം പറയുന്നതല്ല, ചില സഭകളുടേതായ ദൗത്യം, പൗലോസ് സ്ഥാപിച്ചത ചില സഭകളുടെ ദൗത്യം തീമോഥെയോസിൽ നിക്ഷിപ്തമായി അത് അവനെ വഹിപ്പാൻ തുടങ്ങുന്ന ലോക സാഹചര്യങ്ങളുടെ മധ്യത്തിലേക്കും അവൻ ഉൾക്കൊള്ളിക്കുന്ന സമൂഹത്തിൽ നിന്നും അവൻ നേരിടുന്നതായ വെല്ലുവിളികളെ മനസ്സിലാക്കിക്കൊണ്ട് അവനാകെ ക്ഷീണിച്ചു പോകാനും പതറിപ്പോകാനും ലോകത്തിൽ പല മേഖലകളിലേക്ക് കടന്നു പോകുമ്പോൾ അവന്റെ ജീവിതത്തിലേക്ക് അസ്ഥിരത ഉണ്ടാകുമെന്നുള്ളതായ വലിയൊരു ഭയവും അവനെ ആകുലതയും പൗലോസിനെ വ്യാപിച്ചിട്ട് അവൻ തീമോഥെയോസിനെ ധൈര്യപ്പെടുത്തുവാൻ തക്കോണം എഴുതിയതായ വാചകങ്ങളാണ്. അത് ഏക്കാലത്ത് വന്ന പോലെ ഇക്കാലത്തും വളരെ പ്രസക്തിയും വളരെ പ്രാധാന്യം വഹിക്കുന്നതായ അതിന്റെ തിരുവചന ഭാഗമാണെന്ന് മനസ്സിലാക്കണം. തീമോഥെയോസിനോട് അപ്രകാരം പറയുമ്പോൾ ആ തീമോഥെയോസിന്റെ 2ാമത്തെ ലേഖനത്തിൽ നിന്ന് പറയുന്നത്, മകനെ ക്രിസ്തുയേശുവിന്റെ കൃപയാൽ നീ ശക്തിപ്പെടുക. എന്തുകൊണ്ട് ശക്തിപ്പെടണമെന്ന് ചോദിച്ചാൽ ലോകത്തിൽ പല കാര്യങ്ങൾക്ക് ഫേവറായിട്ട് പലതുമുണ്ട്. അത് മുഖാന്തരമായിട്ട് ലോകത്തിന്റെ ഇമ്പങ്ങളിലേക്ക് നിലകുമ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് അവസാനമായി പ്രദാനം ചെയ്യുന്ന അസ്ഥിരതയാണ്. നീ ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് തിരിഞ്ഞോടുമ്പോൾ ദൈവികമായ പ്ലാനുകൾക്കും പദ്ധതികൾക്കും അനുസൃതമായി നിൽക്കുവാൻ തക്കാൻ കഴിയാതെ നിനക്കൊരു ബാലൻസ് ക്രിസ്തീയ ജീവിതം നയിപ്പാൻ തക്കാൻ കഴിയാതെ നിന്ന് ലോകത്തിന്റെ പലപ്പോഴും അതിന്റെ അനുസൃതമായി പ്രപഞ്ചത്തിന്റെ മോഹങ്ങളിലേക്ക് നിങ്ങൾ വരഞ്ഞോടുവാനുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ തലമുറയ്ക്കും അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പൗലോസ് അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് പറയുകയാണ്, മകനെ നിനക്ക് സ്ഥിരത ഉണ്ടാകണമെങ്കിൽ
പറയട്ടെ, അതിന് പൗലോസ് പ്രബോധിപ്പിക്കുന്ന 2 കാര്യങ്ങളാണ് അവന്റെ ജീവിതത്തിൽ നിന്ന്. ആ 2-ാം അധ്യായത്തിൽ നിന്ന് പൗലോസ് പ്രധാനമായി ഫോക്കസ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് എന്ന് പറയുന്നത്, നിന്റെ ജീവിതത്തിലേക്ക് നിനക്കൊരു കോൺസ്റ്റന്റ് ആയിട്ടിരിക്കണം, കോൺസ്റ്റൻസി. Secondly, you must have the perseverance. You must have constancy, and secondly, you must have the perseverance in your life. നിന്റെ ജീവിതത്തിലേക്ക് സ്ഥിരത അത്യന്താപേക്ഷിതമാണ്. രണ്ടാമത്, നിന്റെ ജീവിതത്തിലേക്ക് സ്ഥിരോത്സാഹം അത്യന്താപേക്ഷിതമാണ്. രണ്ടും എല്ലാ കാലത്തും നമ്മൾ ആവശ്യമാണ്. ലോകത്തിലെ ചാഞ്ചാട്ടങ്ങൾ നമ്മൾ ഒരുപക്ഷെ രോഗങ്ങളോ ഭാരങ്ങളോ പ്രയാസങ്ങളോ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ കടന്നു വരുമ്പോൾ അസ്ഥിരത നമ്മുടെ ജീവിതത്തിൽ ഭവിപ്പാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ദൈവവൈദ്യരെ നിന്റെ ജീവിതത്തിലേക്ക് ക്രിസ്തുയേശുവിൽ കൃപയിൽ നിനക്ക് ശക്തിപ്പെടണമെങ്കിൽ ഒന്ന് അതിൽ മനസ്സിലാക്കേണ്ടത്, നിനക്ക് സ്ഥിരതയുള്ള ജീവിതം, ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഒരു വേരിയബിൾ അല്ല, വേവറിംഗ് അല്ല, ചാഞ്ചാട്ടമല്ല പ്രതീക്ഷിക്കുന്നത്. നിന്റെ ജീവിതത്തിലെ കോൺസ്റ്റൻസിയാണ്. മാത്സ് ടീച്ചർമാരോടുണ്ട്, കോൺസ്റ്റന്റും ഉണ്ട്, വേരിയബിളും ഉണ്ട്. അതുകൊണ്ട് ഡിഫറൻസിനെ കുറിച്ച് അറിയാം. അത് കോൺസ്റ്റന്റ് ആയിരിക്കണം നിന്റെ ജീവിതത്തിൽ നിന്ന്. അഥവാ ഈ 2 തീമോഥെയോസ് 2-ാം അധ്യായത്തിൽ പറയുമ്പോൾ ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിലേക്കായ അവന്റെ 7 വിധമായ അവസ്ഥകളെ കുറിച്ച്, നിന്റെ ജീവിതത്തിന്റെ സ്ഥിരതയും അഥവാ ഉത്സാഹവും ഉണ്ടാകേണ്ടതായ 7 വിധമായ കാര്യങ്ങളെ കുറിച്ച് അവിടെ പ്രതിനിധാനം ചെയ്യുന്നു. അത് 7 പറയാൻ വേണ്ടി നമുക്കിന്ന് മിക്കവാറും രാത്രി വരിക്കേണ്ടി വരും. അതിൽ ഒറ്റ കാര്യമാണ് ആ 1-ാമത്തെ ഭാഗത്ത് തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞത് അവിടെ ആഹ്വാനം ചെയ്യുന്നതാണ്, മകനെ, ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് കോൺസ്റ്റൻസി ആൻഡ് പെർസിവറൻസ്, നമ്മുടെ ജീവിതത്തിലേക്ക് സ്ഥിരതയും സ്ഥിരോത്സാഹവും നമ്മുടെ ജീവിതത്തിലേക്ക് നിലനിന്ന് പോയെങ്കിൽ മാത്രമേ ഈ ഓട്ടക്കളത്തിലേക്ക് സ്ഥിരതയോടുകൂടി ആ ദൈവം ആഗ്രഹിക്കുന്ന അളവിനൊത്തവണ്ണം ക്രിസ്തുയേശുവിന്റെ കൃപയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ ശക്തിയോടെ നിൽപ്പാൻ തൊക്കണം കഴിയുകയുള്ളൂ. 1-ാമത് പറയുന്ന ആഹ്വാനം ഇപ്രകാരമാണ്. അവിടെ എന്താണ് അവളെ വിളിച്ചത്? 1-ാമത് കാണുന്നത് എന്താണ്? അവനെ മകനെ. 1-ാമത്തെ ഒരു ദൈവവൈദ്യ ജീവിതത്തിലേക്ക് അവനെ അഭിസംബോധന ചെയ്തിരിക്കുന്ന 1-ാമത്തെ പദം അവിടെ കാണുന്നുണ്ട്. മകനെ, മക്കളെ എന്നുള്ള അഭിസംബോധന. മകനെ, ക്രിസ്തുയേശുവിന്റെ കൃപയാൽ ശക്തിപ്പെടുക. നമ്മളൊക്കെയും മാതാപിതാക്കളാണ്, കുഞ്ഞുങ്ങളുണ്ട്, വിവിധമായ നിലകളിലുള്ളവരുണ്ട്. നമ്മുടെ ഒരു മാതാവിന്റെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും ആ അവസ്ഥയിൽ ഇരിക്കുവാനല്ല ആഗ്രഹിക്കുന്നത്. അവന്റെ ജീവിതത്തിലേക്ക് ക്രിസ്തുയേശുവിന്റെ കൃപയിൽ ശക്തിപ്പെടുക എന്ന് പറയുന്നത് പോലെ ഒരു പൈതലിനെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നത് അവന്റെ വളർച്ചയാണ് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത്. ജനിച്ച അവസ്ഥയിൽ തന്നെ ഇരിക്കുക എന്ന് പറയുമ്പോൾ അവൻ്റെതായ അതിനെക്കുറിച്ച് മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന ദുഃഖങ്ങൾ വലിയതാണ്. എന്നാൽ ഒരു പൈതലിനെ സംബന്ധിച്ച് അവന് വളർച്ച പ്രാപിക്കുക എന്നുള്ളതാണ്. മകനെ, ക്രിസ്തുയേശുവിന്റെ കൃപയിൽ ശക്തിപ്പെടുക എന്ന് പറയുമ്പോൾ ഒരു പൈതലിനെ സംബന്ധിച്ച് മറ്റൊരവസ്ഥയിൽ പറയുകയാണ്, ഗ്രോ, അവന് വളരുക. ഗ്രോ ഇൻ ദ ഗ്രേസ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുയേശുവിന്റെ കൃപയിൽ ശക്തി, ബി സ്ട്രോങ് ഇൻ ദ ഗ്രേസ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. മകനെ, നീ വളരുക. ഈ ഒരു പൈതലിനെ വളരണമെങ്കിൽ നമുക്കറിയാം അതിനെന്ത് വേണം? അതിന് വേണ്ടത് സമീകൃതമായ ബാലൻസ്ഡ് ഡയറ്റ്. അതിന് പാല് കൊടുക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വളർച്ചയുടെ ഓരോ ഘട്ടത്തിനനുസരിച്ച് അല്പം കട്ടിയുള്ള പകരം പിന്നെ വളരെ കട്ടിയുള്ള ആഹാരം കൊടുക്കും. അതിൻ്റെതായ ദഹന പ്രക്രിയയ്ക്ക് വിധേയമാകുന്ന അവസ്ഥയിലേക്ക് വളർച്ചയ്ക്ക് നിദാനമായിരുന്ന ഭക്ഷണങ്ങളെ മാതാപിതാക്കൾ കൊടുക്കാറുണ്ട്. ഭക്ഷണം മാത്രം കൊണ്ട് ആവശ്യമല്ല, അതുകൊണ്ട് അതിന്റെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ശരിയായ പ്രാണവായു ആവശ്യമാണ്, അതിന് വേണ്ടായ ഉറക്കം ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ജീവിതത്തിലേക്ക് വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലേക്ക് വേണ്ടതായ ശാരീരികമായ എക്സസൈസ് ആവശ്യമാണ്. അതൊക്കെ അഭാവം മുഖാന്തരമായിട്ട് പലതും ജീവിതത്തിൽ അതിന്റെ അഭാവം സംഭവിച്ചു കഴിഞ്ഞാൽ വേണ്ട രീതിയിലുള്ള വളർച്ച പ്രാപിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് മകനെ എന്നുള്ള ആഹ്വാനത്തിൽ നിന്ന് പിതാവ് തീമോഥെയോസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, മറ്റുള്ള നമുക്കൊക്കെ മാർഗനിർദ്ദേശമായി ഉപദേശമായി നൽകിയിരിക്കുന്നത്, മകനെ, നീ ക്രിസ്തുയേശുവിന്റെ കൃപയിൽ വളരുക എന്നുള്ളതാണ്. ആ വളർച്ചയിലേക്ക് നോക്കുമ്പോൾ അവിടെ ബാലെന്ന് പറയുമ്പോൾ സമീകൃതമായ ആഹാരം ലഭിക്കുന്നത് മറ്റൊന്നിൽ നിന്നുമല്ല, ദൈവത്തിന്റെ വചനമാണ്. അതുമായ പൈതൽ പ്രായം മുതൽ ഏറ്റവും നിന്നതായ ബാല്യകാലം മുതൽ നിന്റെ വാർദ്ധക്യത്തിൽ വരെ നിനക്ക് താങ്ങുന്നതായിരിക്കുന്നത്, നിനക്ക് വളരെ പര്യാപ്തമാകുന്നത്, നിന്നെ സ്ഥിരതയോടെത്തുവാനോ സ്ഥിരോത്സാഹത്തിൽ വളരുവാനോ
പ്രാർത്ഥനയാകുന്ന പ്രാണവായു നിരന്തോറും നീ ആയിരിക്കണം. വീണ്ടും നാം നോക്കുന്നത് അവർ വേണ്ടതായ റെസ്റ്റ് ആവശ്യമാണ്, ഉറക്കം ആവശ്യമാണ്. ദൈവവുമായിട്ടുള്ള സംസർഗത്തിലും കമ്മ്യൂണിക്കേഷൻ ആൻഡ് റെസ്റ്റിലോ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന അവസ്ഥയിലോ ദൈവവുമായിട്ട് സംസർഗത്തിൽ ലഭിക്കുകയാണ്. ഇതിൻ്റെതായ എക്സർസൈസ് എന്ന് പറയുന്നത് ദൈവം തന്നെ ആയിരിക്കുന്ന ഈ മേഖലകളിൽ ഇന്ന് പകൽക്കാലം ആയിരിക്കുന്ന ഒരു ക്രിസ്തീയമായ എക്സർസൈസിലാണ്. എന്താണ്? ദൈവികമായ സർവീസിൽ നീ വ്യാപൃതനാകുക. ദൈവനാമത്തിന് മഹത്വത്തിനായി നിനക്ക് നൽകിയിരിക്കുന്ന സമയങ്ങളെ, നിനക്ക് സമീപിക്കുന്ന ധനങ്ങളെ, അനുഗ്രഹിക്കുന്ന ആരോഗ്യത്തെ, അനുഗ്രഹിക്കുന്ന ശക്തിയെ വരോ ദൈവനാമത്തിന് മഹത്വത്തിനായി നീ വിനിയോഗിക്കുന്നതിൽ കൂടെ നീ ആ എക്സർസൈസ്, നമ്മൾ ഓരോരുത്തരും ആ എക്സർസൈസ് പ്രാവർത്തികമാക്കുക. മകനെ, ക്രിസ്തുയേശുവിന്റെ കൃപയിൽ നീ ശക്തിപ്പെടുക. നമ്മുടെ ജീവിതത്തിലേക്ക് വളർച്ച അത്യന്താപേക്ഷിതമായ കാര്യമാണ്. വീണ്ടും അവിടെ താഴോട്ട് ഇനിയും ഞാൻ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല, അവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കൊരു വർക്ക് തന്നിട്ട് പോവുകയാണ്. 7 എണ്ണങ്ങൾ കഴിവുപിടിക്കുക. ഒന്ന് ഞാൻ പറഞ്ഞ മകനെ എന്നുള്ള രീതിയിൽ. രണ്ടാമത്തത് അവിടെ രണ്ടാമത്തെ വകുപ്പിൽ രണ്ടാമത്തെ വകുപ്പിൽ നമ്മളെ പറയാം. അവിടെ മറ്റൊരു ദൃഷ്ടാന്തം കാണിക്കുന്നത് as a soldier we are to be steadfast in the discipline of our God. ഒരു പടയാളിയെ കുറിച്ചുള്ള കാണുന്നത് പട്ടാള എന്ന് കേൾക്കുമ്പോൾ ഉടനെ അടുത്ത ഭാഗം നമ്മുടെ വായിന്ന് അറിയാതെ വരും. ഇല്ലേ? പട്ടാളക്കാരൻ പഴയാളുണ്ടോ? എക്സ് സർവീസുകാർ കൊണ്ടോളൂ. പട്ടാളം എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മുടെ വായിൽ അറിയാതെ വരുന്നൊരു വാക്കുണ്ട്. എന്താ? ആർക്കും കേട്ടില്ലേ? പട്ടാളം എന്നെ കാണുമ്പോഴേ പറയും പട്ടാളം ചിട്ടയാണ്. ഇല്ലേ? അവരുടെ ആ പട്ടാളത്തിലുള്ള ഡിസിപ്ലിൻ, പട്ടാള ചിട്ട, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കുക. ഏതെങ്കിലും സമയങ്ങളിൽ ഞാൻ വരുമ്പോൾ ഈ 7 ദൃഷ്ടാന്തങ്ങൾ അവിടെ കാണുന്നുണ്ട്. അതിലെ 7 എണ്ണം ഓരോരോ വ്യക്തിജീവിതങ്ങളുടെ ബന്ധത്തിലാണ്. പറഞ്ഞ മകനെ അല്ലെങ്കിൽ മകളെ, 2 ഒരു പടയാളി എന്ന രീതിയിൽ, പിന്നെ താഴോട്ട് ഒരെണ്ണം മാത്രം ഒരു ഉപകരണത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ 7 ദൃഷ്ടാന്തത്തിൽ കൂടെ ഒരു ദൈവവൈദ്യതായ ക്രിസ്തുവേശുവിൽ ശക്തിപ്പെടുന്ന അനുഭവത്തെക്കുറിച്ച് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് 7 ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് സമയം പോകും. ആ 2-ാം അധ്യായത്തിൽ മാത്രം നിങ്ങൾക്കൊരു ഹോംവർക്ക്, അതൊരു അത് ആ അധ്യായം മാത്രം സ്ഥിരമായിട്ട് ഓടിച്ച് വായിച്ച് നോക്കുന്നവർക്ക് ആ 7 കിട്ടും. 7 കിട്ടുന്നവർക്ക് അടുത്ത CUMT സമ്മാനം കൊടുക്കുക. അല്ലേ? അത് എഴുതിക്കൊണ്ട് വരുന്നവർക്ക്, അത് 7 കണ്ടുപിടിച്ച് എഴുതിക്കൊണ്ട് വരുന്നവർക്ക് പ്രത്യേക ക്യാഷ് അവാർഡ് ഉണ്ടായിരിക്കും. ഓക്കെ. 2 തീമോഥെയോസ് 2-ാം അധ്യായത്തിൽ നിന്ന് ഉള്ള ഒരു വിശ്വാസി അനുവർത്തിക്കേണ്ടത് ക്രിസ്തുവിന്റെ കൃപയിൽ ശക്തിപ്പെടുവാൻ പൗലോസ് ആഹ്വാനം ചെയ്തതായ 7 വിധ ദൃഷ്ടാന്തങ്ങളിൽ കൂടെ അതിനെ ആഹ്വാനം ചെയ്തു. 1 ഒരു മെറ്റീരിയലാണ്. ബാക്കി 6 ഓരോ വ്യക്തി ജീവിതം, മനുഷ്യൻ്റെതായ വിവിധമായ അവസ്ഥകളിൽ ആയിരിക്കുന്ന ജീവിതത്തിൻ്റെ ഓരോ നിലവാരത്തിലേക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ 2 എണ്ണം പറഞ്ഞു, ബാക്കി 5 എണ്ണം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അത് നിങ്ങൾക്ക് ഇവിടെ ചെല്ലും. എന്നാൽ ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത് എന്താണ്? ആ 2 വാക്ക് പറഞ്ഞത് എന്താ? അബിഗയിലെ ഞാൻ പറഞ്ഞ ചോദിക്കും വരും. സാറ, റൂബൻ, അവരുടെ പേരെ ഓർക്കുന്നുള്ളൂ. പിള്ളേരുടെ പേരെല്ലാം മാക്സിമം ഞാൻ പഠിക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മുടെ പിള്ളേരെ അതാണ് ചോദിച്ചത്. എൻ്റെ പേര് പെട്ടെന്ന് മറന്നു. വേറെ പേര് പറഞ്ഞാൽ മതി. റോബിൻ. റോബിൻ്റെ പേര് റോബിൻ രൂപൻ. ഓക്കെ. 2 വാക്കാണ് പറഞ്ഞത്. ക്രിസ്തുയേശുവിനെ കൃപയിൽ ശക്തിപ്പെടുവാൻ നിദാനമായിരിക്കുന്ന പൗലോസ് ആഹ്വാനം ചെയ്ത 2 വാക്കുകൾ. ഒന്ന് നിദാനമായിരിക്കുന്ന അത് ഒന്നാമത്തെ ഇതിനകത്താണ്. പൗലോസ് ആഗമനമായി ആഗ്രഹിക്കുന്ന 2 ജീവിതത്തിലേക്ക് നിദാനമായി നിൽക്കുകയാണെങ്കിൽ, 1 കോൺസ്റ്റൻസി. എൻ്റെ പേര് പഠിക്കുകയാണ്. ഞാനിങ്ങനെ ഇതിനകത്ത് ഇരിക്കുന്നതുകൊണ്ട് കുറച്ച് പേരുകളൊക്കെ പഠിക്കാൻ വേണ്ടി ഞാൻ ഇരിക്കുന്നത്.
constancy. Secondly, perseverance. സ്ഥിരത, സ്ഥിരോത്സാഹം. രണ്ട് വാക്കുകൾ ഇംഗ്ലീഷ് വാക്കുകൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് ക്രിസ്തുവേശുവിന്റെ കൃപയിൽ ശക്തിപ്പെടുവാനാണ് പൗലോസ് തീമോഥെയോസിനെ ആഹ്വാനം ചെയ്തത്. അത് നിലനിൽക്കുവാനുള്ള രണ്ട് കാര്യങ്ങളാണ് പൗലോസ് ആഗ്രഹിച്ചത്. ഒന്ന്, അവരുടെ ജീവിതത്തിൽ സ്ഥിരത ഉണ്ടാകണം. രണ്ട്, സ്ഥിരോത്സാഹം. അതിനുപോലമായ 7 വിധമായ ദൃഷ്ടാന്തങ്ങളിലൂടെ അതിനുപോലമായ ഓരോ ദൃഷ്ടാന്തത്തിൽ ഞാൻ ഒരു മകനെ എന്ന രീതിയിൽ ദൃഷ്ടാന്തത്തിലൂടെ വളർച്ചയുടേതായ ഘട്ടത്തെക്കുറിച്ച് പ്രകാരമാണ്. വളരുന്ന നിദാനമായ നല്ല കാര്യങ്ങളാണ്. അങ്ങനെ വളരുന്ന വ്യക്തികൾക്ക് മാത്രമേ അതിൻ്റെതായ ആ ഓരോ ഏജിനനുസരിച്ചുള്ളതായ ആഹാരം ചെയ്യുന്നത് മുഖാന്തരമാണ് അത് പ്രാപിപ്പാൻ കഴിയുന്നത്. സ്ഥിരതയോ